നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസം മാത്രമേ ഉള്ളൂ. കേരളം കാത്തിരിക്കുകയാണ്. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരു പുതുയുഗ പിറവിക്ക് തുടക്കമിടും. ഞങ്ങൾ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി, നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ടീം UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. 100-ലധികം സീറ്റുമായി കേരളത്തിൽ ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചുവരും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും അത്യപൂർവമായ പ്രകടനമാണ് UDF കാഴ്ചവെച്ചത്. തൃക്കാക്കരയിൽ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം 25,000-ആയി വർദ്ധിപ്പിച്ചു. പുതുപ്പള്ളിയിൽ 9,000 വോട്ടിന്റെ ഭൂരിപക്ഷം 37,000-ആയി വർദ്ധിപ്പിച്ചു. പാലക്കാട് 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം 18,000-ആയി വർദ്ധിപ്പിച്ചു. ചേലക്കരയിൽ 40,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 12,000-ആയി കുറച്ചു. നിലമ്പൂരിൽ 3,000 വോട്ടിന് തോറ്റ സ്ഥലത്ത് 11,000-ത്തിലധികം വോട്ടിന് ജയിച്ചു. അതിനു മുൻപ് പാർലമെന്റ് ഇലക്ഷനിൽ 2019-നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ UDFന്റെ പാർലമെന്റ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഉജ്ജ്വലമായ വിജയം ആവർത്തിച്ചു. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെ പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം കേരളത്തിൽ ഉണ്ടായതിനു ശേഷം ഉള്ള ഏറ്റവും വലിയ ശ്രദ്ധേയമായ പെർഫോമൻസാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായത്. ടീം UDF ഈ ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. മാത്രമല്ല, എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടു അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള കൃത്യമായ പദ്ധതികളും പരിപാടികളുമായിട്ടാണ് UDF മുന്നോട്ട് വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിലുള്ള ഏറ്റവും വലിയ സന്തോഷം സർക്കാർ ചെലവിൽ, സാധാരണക്കാരന്റെ ചെലവിൽ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളം ഇന്നുവരെ കാണാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇവിടെ ഈ സംസ്ഥാനത്ത് നടന്നത്. ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേരളം സാമ്പത്തികമായ പ്രതിസന്ധിയിൽ കൂപ്പുകുത്തുമ്പോൾ ജനങ്ങളുടെ പണം വീണ്ടും കടം വരുത്തി വെച്ചുകൊണ്ട് ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നടത്തിയ ഒരു കാലവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെല്ലാം അന്ത്യം കുറിക്കുകയാണ്. അതെല്ലാം ഇവിടെ ചോദ്യം ചെയ്യപ്പെടും. കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാരിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ പ്രതീക്ഷയും UDFനെ കുറിച്ചുള്ള പുതിയ പ്രതീക്ഷയുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, ഞങ്ങൾ റെഡിയാണെന്ന്. ഞങ്ങളും പ്രഖ്യാപിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? എന്താ സംശയം? സ്ഥാനാർത്ഥി ചർച്ച, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അനിശ്ചിതത്വമാണ് എല്ലാവരും വൈകിക്കാൻ കാരണം. എല്ലാവരും പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളും നാളെ ഡൽഹിയിലെത്തും. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? ഏത് തർക്കമാണ് ഉണ്ടായിരുന്നത്? അതൊന്ന് കേൾക്കട്ടെ. അതല്ല, അതല്ലേ, അതൊക്കെ ഒറ്റപ്പെട്ട കാര്യങ്ങളല്ലേ. നിങ്ങൾ CPMലെ തർക്കത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. ഒരു ഗ്രൂപ്പുമില്ല ഇവിടെ, ഒരു ഗ്രൂപ്പുമില്ല. ഒരു ഗ്രൂപ്പുമില്ല. എറണാകുളം ജില്ലയിലൊന്നും ഒരു ഗ്രൂപ്പില്ല. നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കണ്ട. എന്താ കാര്യം ഇവിടെ? നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കുകയാണ് ഗ്രൂപ്പിന്റെ പേരിലല്ല ഇവിടെ വീതം വയ്ക്കുന്നത്. സീറ്റ് ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റ് വീതം വയ്ക്കുന്ന കാലമൊക്കെ അസ്തമിച്ചു. ഇപ്പൊ കേരളത്തിൽ അത് നിങ്ങൾ ചില പത്രങ്ങളിൽ വാർത്ത കൊടുക്കുന്നതാണ്, മാധ്യമങ്ങളിൽ. കേരളത്തിൽ ഒരു ജില്ലയിലും ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റുകൾ വീതം വെച്ചിട്ടില്ല. ആ കാലം കഴിഞ്ഞു, ആ കാലം അസ്തമിച്ചു. എല്ലാം നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് കൂടിയാലോചനകൾ നടത്തി ഓരോ സീറ്റിലെയും വിജയസാധ്യത അനുസരിച്ചിട്ടാണ് സീറ്റുകൾ തീരുമാനിക്കുന്നത്. ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഒരു തർക്കവുമില്ല. അല്ല, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം ഒരു 18-ാം തീയതി ആയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇതിന്റെ അകത്തൊരു ഒറ്റ വിഷയമുള്ളൂ. അത് പുതിയ സ്ഥാനാർത്ഥികൾ 2 കൂട്ടത്തിലുണ്ടല്ലോ, 3 കൂട്ടത്തിലുണ്ട്. പുതിയ സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് ദിവസം മാത്രം കിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, തെരഞ്ഞെടുപ്പ് ഈ ചൂടുകാലമാണ്. കൂടുതൽ നീണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭയങ്കര കനത്ത ചൂടാണ്.
ഇപ്പൊ തന്നെ പുതിയുഗ യാത്ര നടക്കുമ്പോൾ തന്നെ 36 ഡിഗ്രിയാണ് ചൂട്. ഈ ചൂട് കൂടി കഴിഞ്ഞാൽ എല്ലാവരും പ്രയാസവും, കാരണം കടുത്ത ചൂടിലേക്കാണ് കേരളം പോകുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം ഞങ്ങൾ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാറുണ്ട്. കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കും. എല്ലാ സീറ്റുകളും കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം അനൗൺസ് ചെയ്യാവുന്ന പാകത്തിലാണുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, UDFന്റെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച 1 മണിക്കൂർ ഇരുന്നാൽ തീരുന്ന ചർച്ചയല്ലെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ അരമണിക്കൂറാണ് ഇരുന്നത്. അരമണിക്കൂർ കൊണ്ട് ലീഗുമായിട്ടുള്ള എല്ലാ ചർച്ചകളും തീർന്നു. അത് ഞങ്ങൾ അത് അവരുമായിട്ട് ചർച്ച ചെയ്യും. ഇന്ന് രാത്രി ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ചർച്ച തീരും. എന്താ സംശയം? ഞങ്ങൾ നാളത്തേക്ക് പറയാന്നേ നിങ്ങളോട് UDFന്റെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ. അല്ലല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, UDF തീരുമാനിക്കണം. ധൃതി കൂട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. UDFന്റെ മൊത്തം കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഓരോ കക്ഷിക്കുമുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്, കോൺഗ്രസിന് എത്രയാണ്, മുസ്ലിം ലീഗിന് എത്രയാണ്, കേരള കോൺഗ്രസ് എത്രയാണ്, മറ്റ് ഘടകകക്ഷികൾക്ക് എത്രയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ആരൊക്കെയാണ് പിന്താങ്ങുന്നത് എന്ന കാര്യം അപ്പോൾ പ്രഖ്യാപിക്കും. അല്ല, അത് നോക്കാം. അത് ഞങ്ങൾ ചെന്ന് സംസാരിച്ചതിന് ശേഷം ഏതാണ് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത് ഏതാന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യും. ഞങ്ങൾ തീർച്ചയായിട്ടും, പിന്നെ ഡൽഹിയിൽ നിന്നാണല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അല്ലേ, കോൺഗ്രസിന്റെ. തീർച്ചയായും എല്ലാവരും പോകും. അത് കുഴപ്പമില്ല, അത് സാരമില്ല. അവർ ഇന്നല്ലേ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ച് ഇപ്പോഴാണ് ബിനോയ് വിശ്വം ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതിന് മുമ്പ് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. തെറ്റൊന്നുമില്ല. പാർട്ടി അനുവദിച്ചു കഴിഞ്ഞാൽ പ്രചരണം നടത്തുന്നതിൽ എന്താ തെറ്റ്? അല്ല, എനിക്കറിയില്ല, ഞാനതൊന്നും അന്വേഷിച്ചില്ല. ഞാൻ പോവും. ഞാൻ രാവിലെ എത്തും. ഡൽഹിയിലെത്തും. എല്ലാവരും എത്തും. എല്ലാ പ്രധാന നേതാക്കന്മാരും, ഇവിടെ ആവശ്യമുള്ള നേതാക്കന്മാരെല്ലാവരും എത്തും. ഞങ്ങളെല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം മുൻകൂട്ടി നന്നായി നടത്തി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ തയ്യാറാണ് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ. തീർച്ചയായിട്ടും 100ലധികം സീറ്റ് ടാർഗറ്റ് ചെയ്തിട്ടാണ് UDFന്റെ വർക്ക്. മിഷൻ 26 ഞങ്ങൾ അങ്ങനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. മിഷൻ 25 ഞങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ടാർഗറ്റ് എന്താണെന്ന് ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ്, റിസൾട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ 4 കോർപ്പറേഷൻ കിട്ടും, 7 ജില്ലാ പഞ്ചായത്ത് ഉറപ്പാണ്, 8, 9 കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. 8ാമത്തത് 1 സീറ്റിലും പോയി, 9ാമത്തെ 2 സീറ്റിലും പോയി. 60% മുനിസിപ്പാലിറ്റികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 64% മുനിസിപ്പാലിറ്റി കിട്ടി. 55% പഞ്ചായത്തുകൾ ഉണ്ടാവും, അതിന്റെ മീതെ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടാവുന്നു. 59 കിട്ടി. പ്രഡിക്ഷൻ കറക്റ്റായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും UDFന്റെ പ്രവചനങ്ങൾ കറക്റ്റാണ്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രവചനം 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. തൃക്കാക്കരയിൽ ഞങ്ങൾ പറഞ്ഞു 20,000 25,000 ഇടയിലെന്ന് ഭൂരിപക്ഷം. നിങ്ങളോടാണ് പറഞ്ഞത്. എറണാകുളത്തെ മാധ്യമപ്രവർത്തകരുടെ ഓർമ്മയുണ്ടല്ലോ, 25,000 കഴിഞ്ഞു. വിസ്മയകരമായ ഭൂരിപക്ഷം എന്നാണ് പുതുപ്പള്ളി പറഞ്ഞത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ 33,000 വോട്ടിനാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. ഇത് 35 കടക്കുമെന്ന് പറഞ്ഞു. 37ആയി. പാലക്കാട് പറഞ്ഞു 15 കടക്കും. 15ആണ് വേണ്ടിയിരുന്നത്. പക്ഷെ CPM ഒരുപാട് വൃത്തികേടുകൾ അവിടെ കാണിച്ചതുകൊണ്ട് അത് 15 കടക്കുമെന്ന് പറഞ്ഞു. 15ന്റെ മീതെ പോയി. നിലമ്പൂരിൽ 7% വോട്ടിന്റെ ഭൂരിപക്ഷത്തെ ജയിക്കുമെന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പറഞ്ഞ. 7% വെച്ചാൽ 12,000 വോട്ടാണ്. 11,000 വോട്ടിനെ ജയിച്ചു. അറിയാലോ കണക്ക്. അതിനെന്താ, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. 2001 ഞങ്ങൾക്ക് 99+1 ഞങ്ങളുടെ MLA-മാരൊക്കെ പലരും വളരെ പോപ്പുലറായിരുന്നു. ഭയങ്കര പോപ്പുലറായിരുന്നു പല MLA-മാർ. ഞാനൊക്കെ ആദ്യമായിട്ട് ജയിച്ചു വന്ന സമയമാണ്. 99+1 ജയിച്ചിട്ടാണ് 2001 വന്നത്. മനസ്സിലായല്ലേ? അപ്പൊ MLA-മാരുടെ പോപ്പുലാരിറ്റി മാത്രമല്ലല്ലോ, ഒരു ട്രെൻഡ് വന്നു 2006 CVS ആണെന്നാണ് അനുകൂലമായിട്ടൊരു ട്രെൻഡ് വന്നു. ആ ട്രെൻഡിൽ ഞങ്ങളുടെ പല MLA-മാരും തോറ്റില്ലേ. ജനപ്രിയരായിട്ടുള്ള പല MLA-മാരും തോറ്റു. അതൊക്കെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഇപ്പൊ ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്, MLA-മാര് പോപ്പുലറാണ്, ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ സൗകര്യത്തിനുള്ള ഓരോ നറേറ്റീവാണ്. ഓരോരുത്തരുടെ സൗകര്യത്തിന് വേണ്ട. അങ്ങനെയാണെങ്കിൽ 2001 ഏത് MLA ആയിരുന്നു പോപ്പുലർ അല്ലായിരുന്നു ജയിച്ചത്? അവരൊക്കെ 2006 ജയിക്കണ്ടേ? ഇനി 2006 ജയിച്ച CPM MLA-മാര് ഭയങ്കര പോപ്പുലർ ആയിരുന്നല്ലോ പലരും. അവരെത്ര പേര് 2011 അസംബ്ലിയിലേക്ക് ജയിക്കാൻ വേണ്ടി?
ജയിച്ചോ? ഞങ്ങളെ ഭൂരിപക്ഷം കിട്ടി 2011. അതിലൊക്കെ അതൊന്നും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ശ്രദ്ധിക്കാതെ വെറുതെ പറയുന്നതാണ്, താൽക്കാലിക കാര്യത്തിന് വേണ്ടി പറയുന്നതാണ്, പൊളിറ്റിക്കൽ നറേറ്റീവ്സ് പറയുന്നത്. അതിലൊന്നും യാതൊരു വിധ കാര്യമില്ല. ഞാൻ പറവൂര് മാത്രമല്ല ശ്രദ്ധിക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ AICC സെക്രട്ടറി ആയിരുന്നു, ഇടയ്ക്ക് KPCC ഭാരവാഹിയായിരുന്നു, മറ്റ് നിയോജകമണ്ഡലങ്ങളിലും ഒക്കെ പോകുമായിരുന്നു. ഇത്രയും പോകേണ്ടി വരാറില്ല, താങ്കൾ പറഞ്ഞതുപോലെ. കുഴപ്പമില്ല. ഇവിടെ പാർട്ടി സംഘടനാ മിഷനറി, UDFന്റെ മിഷനറി കേരളത്തിലെ ഏറ്റവും ശക്തമായ സ്ഥലങ്ങളിലൊന്നാണ്. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടണമെന്നല്ല, ഏറ്റവും നല്ല മിഷനറിയുള്ള സംഘടനാ മിഷനറി ഉള്ള ഒരു സ്ഥലമാണ് പറവൂര്. ഞാനില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പ്രചരണത്തിന് പോകും. എല്ലാ മണ്ഡലങ്ങളിലും പരമാവധി ഒരാൾക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എല്ലാ മണ്ഡലത്തിൽ പോയിട്ട് വന്നല്ലേ, ഒരു റൗണ്ട് പോയിട്ട് വന്നേയുള്ളൂ. അതിനു മുമ്പ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു റൗണ്ട് പോയുള്ളൂ. ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് അതിന്റെ തയ്യാറെടുപ്പിന് വേണ്ടി ഒരു റൗണ്ട് പോയുള്ളൂ. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ഞാൻ 3 റൗണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓൾമോസ്റ്റ് എല്ലാ നിയോജകമണ്ഡലങ്ങളിലും കവർ ചെയ്ത് കഴിഞ്ഞു. 3 പ്രാവശ്യം. ഇനി 4ാമത്തെ പ്രാവശ്യത്തേക്ക് പോക്കാണ്. ദിവസം കുറവാണ്, അതുകൊണ്ട് പരമാവധി എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇവിടെ എന്റെ സാന്നിധ്യം വേണ്ട സ്ഥലങ്ങളിലേ ഉണ്ടാവും. ഇത്രയാണ്. ഇതൊന്നും അവർക്ക് ചെയ്യണ്ടല്ലോ. ഇതൊന്നും ചെയ്യാതെയാണ് അവർ പോയിരിക്കുന്നത്. ജനങ്ങളെ കബളിപ്പിച്ചിരിക്കുകയാണ്. 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോണ പോക്കിലെ അവസാനത്തെ ക്യാബിനറ്റിലും അതിനു മുമ്പുള്ള ക്യാബിനറ്റിലും തീരുമാനിച്ച എന്തു വില? 1 ലക്ഷം കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്ക് കൂടി കൊടുക്കാനുണ്ട്. എന്നിട്ട് ഒരു ഉത്തരവിറക്കിയേക്കാണ്. എന്താ അറിയാം? അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൊടുക്കുമെന്ന്. അവർക്കറിയാം അടുത്ത സാമ്പത്തിക വർഷം അവരല്ല കൊടുക്കേണ്ടത്, ഞങ്ങളാണ് കൊടുക്കേണ്ടതെന്നറിയാം. ഞങ്ങൾ കൊടുക്കേണ്ടി വരും. പ്രഖ്യാപിച്ചേക്കാണ്. ഈ DA കുടിശ്ശിക വന്നിട്ട് എത്ര നാളായി, എത്ര മാസങ്ങളായി, എത്ര വർഷങ്ങളായി? എന്നിട്ട് ഒരു ഓർഡർ ഇറക്കിയിരുന്നെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വന്നേനെ. പോണ പോക്കിൽ ഒരു ഓർഡർ ഇറക്കിയിട്ട് അടുത്ത സാമ്പത്തിക വർഷം ചെയ്യും. ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കും. എപ്പോഴാണെന്നറിയോ? 2027. അപ്പൊ ആരാ ചെയ്യേണ്ടത്? പിന്നെ ഇപ്പൊ നടത്തിയിരിക്കുന്നത് പിൻവാതിൽ നിയമനങ്ങളാണ്. അതെല്ലാം UDF മന്ത്രിസഭ വരുമ്പോൾ അത് പുനഃപരിശോധിക്കും. അതെല്ലാം റദ്ദാക്കും. നിയമവിരുദ്ധമായിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങളാണ്. PSCയിലെ റാങ്ക് ലിസ്റ്റിലെ ആളുകൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്ക് പോലും പണി കൊടുക്കാതെ പിൻവാതിൽ നിയമനം നടത്തിയിരിക്കുക. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോലും പോകുന്നില്ല. സംവരണ തത്വങ്ങൾ പോലും പാലിക്കാതെ ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റിന്, പിൻവാതിൽ നിയമനത്തിന് ഒരു സംവരണ തത്വങ്ങളും ഇല്ലല്ലോ. തോന്നിയ പോലെ ചെയ്യാമല്ലോ. സ്വന്തക്കാരെ തിരികെ കയറ്റാമല്ലോ. തിരികെ കയറ്റിയിരിക്കുക. അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. പിന്നെ ഈ സർക്കാരിന്റെ കാശെടുത്ത് നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം, ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരും. എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ശരിയാവും.